ഈ സിനിമയുടെ ടീസർ കണ്ട സമയത്ത് ആദ്യമായിട്ടാണ് ഒരു ടീസറിന്റെ താഴെ ഈ നായകന്മാരെ കുറിച്ചുള്ള പൊക്കിയടിച്ചുള്ള കമന്റുകൾ അല്ലെങ്കിൽ പ്രതീക്ഷ, സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകളായിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ഈ സിനിമയ്ക്ക് മുൻപിലുള്ള ഇന്റർവ്യൂസ് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം അതെന്താ ഇത്രയും കമന്റ്സ് വന്നത് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് തുടങ്ങില്ലേ? അയ്യോ, അത് വല്ലാത്ത പ്രഷറാണല്ലോ. മനസ്സിലായിപ്പോയി ഇതൊക്കെ. അത് മറ്റേ ഡാൻസ് ഒക്കെ കളിക്കണതിന് മുമ്പ് പറയണ പോലെ പൊളിക്കണം നിങ്ങളൊന്നൊക്കെ. എപ്പോഴും ഇതുപോലെ ഈ പടത്തിന്റെ തന്നെയാണെന്ന് തോന്നുന്നു. ആരോ സെൽഫി എടുത്തിട്ട് ഇങ്ങനെ ഷൂട്ടിന്റെ ഇടയിലൊക്കെ ഒന്ന് സെൽഫി എടുത്തിട്ട് ഇന്റർവ്യൂ പൊളിക്കണം കേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ പടം അതൊക്കെ പക്ഷെ ഇന്റർവ്യൂ നിങ്ങൾ നിങ്ങളുടെ ഇന്റർവ്യൂസ് കാണാറുണ്ടോ? അതായത് ഇപ്പം സിനിമകൾ കാണുന്ന പോലെ നിങ്ങൾ ചെയ്ത ഇന്റർവ്യൂസ് നിങ്ങൾ കാണാറുണ്ടോ? ഈ ഫൺ ഇന്റർവ്യൂസ് ഒക്കെ ഞങ്ങളുടെ ഇപ്പൊ ഞാനും ബേസിയും ഷാനും ഒക്കെ ഇതിനു മുമ്പ് നമ്മൾ എല്ലാരും കൂടി ഇരുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ഇന്റർവ്യൂ ആയിരുന്നു. അത് ഞാൻ റിപ്പീറ്റ് അടിച്ചിരുന്ന് കണ്ട് ചിരിച്ചിട്ടുണ്ട്. കാരണം ചിലതൊക്കെ നമ്മൾ കൈവിട്ട് ചിരിച്ച ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. പ്രത്യേകിച്ച് ബേസിൻ ധ്യാനം ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. അത് ഭയങ്കര സ്ട്രെസ് ബസ്റ്ററാ. ശരിക്കുണ്ടല്ലോ ഇതില് ഞാൻ ആദ്യം ഈ പ്രൊമോഷൻ വീഡിയോസ് കണ്ടു തുടങ്ങിയപ്പോൾ 2 പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ള ഒരു സൈൻ വീഡിയോ ആണ് കണ്ടത്. അതിൽ 2 പ്രൊഡ്യൂസേഴ്സ്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് നിങ്ങളുടെ പേര് കളിയില്ല എന്നതാണ് എൻ്റെ വിശ്വാസം എന്ന്. ഇതിൽ അഭിനയിക്കാൻ വന്ന നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായിരുന്നു? ഇപ്പം ഞാനിതിൽ വന്നത് സ്ക്രിപ്റ്റ് കേട്ട് എനിക്ക് സ്ക്രിപ്റ്റ് അല്ല, ഇതിൻ്റെ കഥ ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. കഥയിലൊരു നമ്മളെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നൊരു എലമെൻ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബേസിയും അരുണും പോൾസണും 3 പേരും കൂടെ വന്ന് സ്ക്രിപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും ചിരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ത്രൂ ഔട്ട് ചിരിക്കാനുള്ള എലമെൻസ് ഉള്ളൊരു സിനിമയായിട്ട് തോന്നി. പിന്നെ കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള സിനിമകളിൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണല്ലോ. അപ്പോൾ ബേസിയാണ് ഹെഡ്ലൈൻ ചെയ്യുന്നത്. പക്ഷേ ടൊവി ഉണ്ട്, ഇപ്പം നമ്മൾ 2 പേരുണ്ട്, ഇത് കൂടാണ്ട് ജിയോ ചേട്ടൻ, അങ്ങനെ ഇഷ്ടംപോലെ പെൺകുട്ടികൾ പറയുകയാണെങ്കിൽ റിയ ഉണ്ട്, സെറീൻ ഉണ്ട്, പിന്നെയും കുറേ പേരുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ള സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഇവൻറ്റ്സ്, ഇങ്ങനെ ഒരുപാട് ഇവൻറ്റ്സും ഒരുപാട് കൺഫ്യൂഷൻസും ആ കൺഫ്യൂഷൻസിൽ ഉണ്ടാകുന്ന ഹ്യൂമറും പരിപാടിയൊക്കെ ഉണ്ട്. അത് വായിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു. പൊട്ടിച്ചിരിച്ച് കേട്ട ഒരു നറേഷനായിരുന്നു അതിനിടയിൽ. ഷാൻ ചേട്ടൻ ഇപ്പം ആക്ടിങ്ങിലേക്ക് കിടന്നല്ലോ. ഇപ്പം വർഷത്തിൽ 5 പടം ചെയ്യുന്ന ഒരു നടനാവണോ? നമ്മുടെ ധ്യാൻ ചേട്ടനൊക്കെ പോലെ മാസത്തിൽ സെലക്റ്റീവായി 5 പടം ചെയ്യുന്ന ഒരു നടനാവണോ? ധ്യാൻ സെലക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. എന്തിനാ അങ്ങനെ ഒരു ആരോപണം എൻ്റെ അനിയൻ്റെ പേരിൽ? അതെ, ഞാൻ അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് പടം ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ഒന്നും പറയുന്നില്ല. ധ്യാൻ ചേട്ടൻ എങ്ങനെ പറയാ കോൺഫിഡന്റ്ലി? അല്ല, എനിക്കും സെയിം. ഒന്ന് ഞാൻ നോക്കുമ്പോൾ നമുക്കെല്ലാം പരിചയമുള്ള ആളുകളൊക്കെയാണ്. പിന്നെ എനിക്കതൊരു ആവശ്യമായിരുന്നു ആ സമയത്ത്. വെറുതെ ഒന്ന് അടിച്ചു പൊളിക്കുക, ഹാവ് ഫൺ. അപ്പൊ പിന്നെ ഞാനങ്ങ് പോയി തലവെച്ച് കൊടുത്തു. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഷാനിക. തിരക്കിട്ട നടനാവും. ഞങ്ങൾ ബേസി ചേട്ടന്റെ ലോഗോ കണ്ടിട്ടാ ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് ചേട്ടന്റെ കൊച്ചിയിലുള്ള ശരിക്കുള്ള ഫേസ് കട്ട്, ആ ക്യൂട്ട്നെസ് കാണാം. ആ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയാണ്. ക്യൂട്ടായിരുന്നു. ക്യൂട്ടായിട്ടാണല്ലോ തോന്നുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ശരിക്കും ഈ സിനിമ ചെയ്യുന്ന സമയത്ത് എന്താ ശരിക്കും നിങ്ങൾ ഇന്നാക്കിയത്? കാരണം ഈ പറഞ്ഞ പോലെ കഥ, സ്ക്രിപ്റ്റ് കാര്യങ്ങളിനപ്പുറം ശരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നു. കാരണം നിങ്ങളുടെ സെറ്റിനെ കുറിച്ചും കമന്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ ഒരുമിച്ച് വന്നാൽ തന്നെ ഫണ്ണാണ്. അപ്പൊ സെറ്റ് എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എങ്ങനെയാ സെറ്റ്? ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തത് ഇതിൽ കുറേ നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് നൈറ്റ് ഷൂട്ട്സ് ഭയങ്കര രസമായിട്ടാണ് പോയത്. അത് നമുക്ക് നമുക്ക് ഷൂട്ടേ ഇല്ല, രാത്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓവർ സ്ട്രെയിൻ ഇല്ല. വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ വെളുക്കുന്നവരെ ഷൂട്ട്. അപ്പോൾ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒന്ന് ഫുൾ ടൈം നമ്മളൊരു ക്യാമ്പസിനകത്താണ് കുറേ പരിപാടി. അപ്പോൾ 1-2 ദിവസം ഞങ്ങൾക്ക് ഇച്ചിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഓട്ടവും ബഹളവും ഒക്കെ. അതെ, ബാക്കിയുള്ള ദിവസം ചില്ലായിരുന്നു. എങ്ങനെയാണ് പ്രൊഡ്യൂസറെ കുറിച്ച് പറയൂ. ഇപ്പൊ ബേസിൽ എന്ന ഡയറക്ടർ നിങ്ങൾക്ക് അറിയായിരിക്കും, കൂടുതൽ നടനായിട്ട് അറിയായിരിക്കും. പ്രൊഡ്യൂസർ എങ്ങനെയുണ്ട് ശരിക്കും? നമുക്ക് ആ പ്രഷർ ഇല്ലായിരുന്നു. ഇല്ല, നല്ല കാശ് മുടക്കി
പടം എടുക്കുന്ന പ്രൊഡ്യൂസറാണ്. വിനീത് ശ്രീനിവാസൻ അതുകൊണ്ടല്ലേ നൈറ്റ് മാത്രമേ ഉള്ളൂ ഷൂട്ട്, ഡേ ഷൂട്ടിൽ സ്ട്രെയിൻ ഇല്ല എന്ന് പറയുന്നതിൽ ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഫീൽ ചെയ്തില്ലേ? നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല. രാത്രിയെങ്കിൽ രാത്രി, പകലെങ്കിൽ പകൽ, എല്ലാം കൂടെ ഇട്ട് ഫിക്സ് ചെയ്യില്ല. ഈ വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണല്ലോ ഈ പഠിച്ചിറങ്ങി വന്നത്. യൂണിവേഴ്സിറ്റി ഒക്കെ നമ്മളിപ്പോ അങ്ങനെ പറയാ, യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങി ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിലൊരു മിടുക്കനായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണല്ലോ. ഇപ്പൊ അസിസ്റ്റന്റ് ചെയ്ത് ആദ്യമായിട്ട് ബേസിലിന് ആദ്യ പടത്തിൽ വിനീതേട്ടനുണ്ട്, പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ വിനീതേട്ടനുണ്ട്. ശരിക്കും വിനീതേട്ടൻ ലക്കിച്ചാമാണോ ബേസിലിന്? ആ വിനീതേട്ടൻ ലക്കിച്ചാമ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കട്ടോ. അല്ല, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രഷർ. ഡ്രസ്സറിലായല്ലോ ഇച്ചിരി നല്ലത് പറയേണ്ടി വരുമല്ലോ. ആ മൂഡ് ഇല്ല. പക്ഷെ ഇഷ്ടമല്ലാവരും പറയാം. അതല്ലേ ഞാൻ തിരിഞ്ഞിരുന്നു. ഈ പടത്തിൽ പക്ഷെ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ആയതുകൊണ്ട് വിനീതേട്ടൻ വരണം എന്ന് വിചാരിച്ച അങ്ങനൊന്നുമല്ല. കഥ അത് ഡിമാൻഡ് ചെയ്തുകൊണ്ട് ചെയ്തൊന്നേ ഉള്ളൂ. പക്ഷെ ലക്കിച്ചാമാണ്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. ഷാൻചേട്ടനോട് ഞാൻ ഇതേ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? ചോദ്യം എന്തായിരുന്നു? ലക്കിച്ചാമാണോന്ന്. ആര്? ഇവൻ എന്താ? അല്ല വിനീതേട്ടൻ. ഞാൻ തിരിഞ്ഞിരിക്കണം. തരക്കേടില്ല. അല്ല, കിച്ചാമാണ്. ഇടയ്ക്കൊരു ഒരു ഒരു വേർഡൊക്കെ പോയിട്ടുണ്ട്. ലക്കിച്ചാമാണ്. ശരിക്കും എപ്പോഴും നിങ്ങളെപ്പോഴും നമ്മൾ കാണുന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഫൺ മൂഡിൽ കാണാൻ ആഗ്രഹം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യാൻ എങ്ങനെ ആഗ്രഹം? അയ്യോ, അങ്ങനെ ആലോചിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ എങ്ങനെ ആഗ്രഹിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. അതെ, അങ്ങനെ ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് വരില്ല. അതെ, നമ്മളെങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പുറത്ത്. ബേസിക്കലി നമുക്ക് എല്ലാവർക്കും ചിരിക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ ആ ഒരു സംഗതി നമ്മളെല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. എല്ലാവരും അത്തരം സിനിമകൾ ചെയ്യാനും ഇഷ്ടമാണ്, തമാശകൾ പറയാനും ഇഷ്ടമാണ്, തമാശ കേൾക്കാനും ഇഷ്ടമാണ്. ആ ഒരു സാധനം കോമണാലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മളെല്ലാവരും ഒരുമിച്ച് വരിക. അങ്ങനെ ഒരു കോമൺ ട്രേറ്റ്സ് ഉള്ളവരൊക്കെ ഏകദേശം മെല്ലെ 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 അങ്ങനെ ഒരുമിച്ച് വരുമല്ലോ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നത്. അതെ. ഈ പ്രിയമത കാതരയാണെന്ന് ഷോർട്ട് ഫിലിം ഒക്കെ കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബോളിവുഡ് വരെ നിൽക്കുകയാണല്ലോ ബേസിൽ ചേട്ടൻ. ഇപ്പൊ പലർക്കും ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഒരു മോട്ടിവേഷൻ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു യാത്ര എങ്ങനെയാണ് കാണുന്നത്? സീരിയസ് ക്വസ്റ്റ്യൻ വന്നു. അതായത് കഥ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ പള്ളി മണി അടിച്ചു. ഒരു കുട്ടി അവൻ ജനിക്കുകയാണ് സുഹൃത്തുക്കളെ. അവൻ ജനിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ല, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജേണിയാണ്. അതിൻ്റെ പുറകിൽ ഭയങ്കര സ്ട്രഗിളും ഉണ്ട്. ഈസി ആയിട്ട് അങ്ങനെ ഉള്ളൊരു ജേണിയല്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം അതിൻ്റെ സമയത്ത് നന്നായിട്ട് നടക്കും. അതാണ്, നന്നായിട്ട് കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ പണിയെടുത്തുകൊണ്ടിരുന്നാൽ മതി. വേറൊന്നും ചെയ്യേണ്ട, വേറൊന്നും ആലോചിക്കാതിരുന്നാൽ മതി. അത് വൃത്തിയായിട്ട് എടുത്തുകൊണ്ടിരുന്നാൽ നമ്മളെത്തുന്നത് എവിടെയാണെന്ന് നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ചിലപ്പോൾ എത്തും. അതിന് ആ എവിടെ എത്തണം എന്നുള്ളതിന് സ്വപ്നം കാണുന്നതിന് ഒരു കുറവും വരുത്താതിരുന്നാൽ മതി. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി, എവിടെയെങ്കിലേക്ക് എത്തും. ഒരു സെഗ്മെന്റിലേക്ക് പോവാ. അടി റൗണ്ട് ആണ്. നമ്മുടെ പേര് അതിരടിയല്ലേ, പേരനുസരിച്ചൊരു ഗെയിമാണ് സെക്രട്ടറി. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേഴ്സൺ, നിങ്ങൾ എപ്പോഴും അടി ഉണ്ടാക്കണ നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരു പേഴ്സൺ. ഈ കൂട്ടത്തിലാവാം, അല്ലാണ്ടാവാം. ഞാനും കേട്ടോ എപ്പോഴും അങ്ങനെ അടി ഉണ്ടാക്കുന്നു പറയാൻ പറ്റില്ല. ധ്യാനമായിട്ടാണ് നല്ല അടി. പക്ഷെ ഇപ്പൊ ഒരുപാട് വർഷമായി ഒരടി നടന്നിട്ട്. അധികം വൈകാതെ സംഭവിക്കട്ടെ.
അടിയുടെ കാര്യം ചോദിച്ചു. ചുമ്മാ നീ മറ്റേ സ്പ്രേ മേടിച്ചു കൊടുത്താൽ മതി, തനി അടി ഉണ്ടായിക്കോളും. ഞങ്ങൾ തമ്മിലൊരു സിനിമ നടക്കട്ടെ എന്നൊക്കെ പറയണ പോലെയാണ്. അടി ഉണ്ടാക്കട്ടെ. ഒരു അടി ഉണ്ടായിട്ട് എത്ര കാലായി. അത് പണ്ട് siblings പറയും, പണ്ട് കൊച്ചിലെ അടി ഉണ്ടാക്കിയിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ വാഴ കണ്ടതിന് ശേഷം ഭയങ്കര സ്നേഹമാണല്ലോ ഇപ്പൊ സിബ്ലിങ്സിനോടൊക്കെ. അതെ അതെ, മറ്റേ പാട്ട് വിട്ട് റീൽ ഇടലാന്നുള്ള പ്രധാന പണി. കൂടെ പിറന്നവർ